എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രഭാതം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയ സർവേശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. എൻ്റെ പേര് സുബൈർ. എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് താമസിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗിൽ MC ആകാൻ അവസരം തന്ന എൻ്റെ ക്രിയേറ്റീവ് ലീഡേഴ്സിനോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് വേണ്ടി സംസാരിക്കാനെത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ ലീഡർ, നെറ്റ്വർക്കിംഗ് മേഖലയിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള എറണാകുളം ജില്ലയിലെ വൈപ്പിൻ സ്വദേശിയായ ജോയ് പീറ്റർ സാറാണ്. സാർ നമ്മളോട് സംസാരിക്കുന്ന വിഷയം ഇൻകം പ്ലാനും റീപർച്ചേസിനെയും കുറിച്ചാണ്. വിഷയം സംസാരിക്കുന്നതിനായി ജോയ് പീറ്റർ സാറിനെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. വെൽക്കം സാർ. താങ്ക് യു സുബൈർ. താങ്ക് യു. ഓഡിബിൾ അല്ലേ? അതെ സാർ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് മാർക്കറ്റിംഗ് പ്ലാനും റീപർച്ചേസ് പ്ലാനിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഇന്ന് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ മിക്കവാറും ഒരു 95% ആൾക്കാരും ഈ പ്രൊഡക്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ടീം ഗ്രോത്ത് നമ്മൾക്ക് ഉണ്ടാവണമെങ്കിൽ, ടീം ഉണ്ടാവണമെങ്കിൽ, റെഗുലർ ആയിട്ട് നമ്മൾക്ക് ബിസിനസ് വരണമെങ്കിൽ, റെഗുലർ ആയിട്ട് നമ്മൾക്ക് ഇൻകം കിട്ടണമെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സാധ്യമാകില്ല. കാരണം പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന വ്യക്തികൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട്, അത് മാത്രമല്ല നമ്മൾ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുമ്പോൾ അവർ ആ പ്രൊഡക്റ്റിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവരുടെ ഡ്രീംസ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വിഷയത്തെ കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാതെ നമ്മൾക്കൊരു പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ട് ആൾക്കാരെ കൊണ്ട് സെയിൽ എടുപ്പിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ മാർക്കറ്റിംഗ് പ്ലാൻ കാണിച്ചുകൊണ്ടാണ് നമ്മൾ സെയിൽ എടുക്കണമെങ്കിൽ നിങ്ങളുടെ താഴെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതല്ലെന്നാണെങ്കിൽ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വിറ്റ് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മതിയായ വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കൂല. ഇപ്പൊ ഇവിടെ ഈ ബയോട്ടോറിയം ബിസിനസ്സിലേക്ക് ഒരാളെ കൊണ്ടുവരാനായിട്ട് നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ചാല് ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ആണ്. ഏതൊരു പ്രസ്ഥാനത്തില് നമ്മൾ നോക്കിയാലും വളരെ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ വരുമാനം നേടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ബയോട്ടോറിയം നമ്മൾക്ക് ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാല് വെറും 3100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തി അത് 100 PV ആണെങ്കിലും 13 PV ആണെങ്കിലും വരുമാനം എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്ന ഏക കമ്പനി ഈ ബയോട്ടോറിയമാണ്. അപ്പൊ ഒരു ലോ സ്റ്റാർട്ടപ്പ് കോസ്റ്റിൽ നമുക്ക് ഈ ബിസിനസ് ഒരാളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കും. ബെസ്റ്റ് ബിസിനസ് മോഡലാണ്. ഇന്ന് ഹൈ പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ. അപ്പൊ തീർച്ചയായിട്ടും ഈ വരുമാനത്തെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ 100% ഈ ബിസിനസ്സിലൂടെ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ, അങ്ങനെ ഉള്ള ആൾക്കാരെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വരുമാനത്തിലേക്ക് വരാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു 1 CR അച്ചീവർ ഒക്കെ ആകാൻ നമുക്ക് സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ പ്രൊഡക്റ്റ് ആണ് നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 1 CR അച്ചീവർ ഒന്നും ആകാൻ സാധിക്കൂല. കാരണം ഇവിടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ രീതിയിലുള്ള വരുമാനം നമുക്ക് വാങ്ങാൻ സാധിക്കൂ. ഇന്ന് ഏതൊരു വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു നല്ലൊരു വീട് വെക്കണം എന്നുള്ളത്. അത് പല രീതിയിലായിരിക്കും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. ചില ആൾക്കാർക്ക് 2 ബെഡ്റൂം മതിയാവും, ചില ആൾക്കാർക്ക് 3 ബെഡ്റൂം വേണം, ചില ആൾക്കാർക്ക് 5 ബെഡ്റൂം വേണം, ചില ആൾക്കാർക്ക് സ്വിമ്മിംഗ് പൂളുള്ള വീട് വേണം. പക്ഷെ ഇതെല്ലാം ഒരു ആഗ്രഹമായിട്ട് മാത്രം നിലനിന്ന് പോകണേ. ആ ആഗ്രഹങ്ങളിലേക്ക് അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് പണിയാൻ സാധിക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ ഈ ബയോട്ടോറിയത്തിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുള്ള. ഇനി നമ്മൾ ഇന്ന് ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിയാണ്, നമ്മുടെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം നൽകാനായിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും നമ്മൾ അവരെ പഠിപ്പിക്കാൻ തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ബാധ്യത വന്നാലും നമ്മൾ ഏൽക്കാൻ തയ്യാറാണ്. ഇപ്പൊ ഞാൻ പോലും എൻ്റെ മോൾക്ക് 3 ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടാണ് അവളെ നഴ്സിംഗ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ ഈ 3 ലക്ഷം രൂപയുടെ ലോൺ ഇപ്പോഴും അടഞ്ഞു തീർന്നിട്ടില്ല.
ഇപ്പോഴും നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും 1 ലക്ഷം രൂപയോളം അടക്കാനുണ്ടെന്നുള്ളതാണ്. കാരണം ഭീമമായ ഒരു പലിശയാണ് അതിന് വരുന്നത്. അപ്പൊ ഇത്രയും ഈ പറയുന്ന രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഏതാണ്ട് 8-10 ബാങ്കുകൾ കയറിയിറങ്ങിയതിന് ശേഷമാണ് ഒരു ബാങ്കിൽ നിന്ന് എനിക്ക് ലോൺ കിട്ടിയത്. പല ബാങ്കുകാരും ഈ വിദ്യാഭ്യാസ ലോണൊന്നും തരാൻ ഇന്ന് തയ്യാറല്ല എന്നുള്ളതാണ്. അന്ന് 3 ലക്ഷം രൂപ വരെയൊക്കെ കിട്ടുമായിരുന്നു. ഇന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് ആ പഠനത്തിന്റെ ഇപ്പൊ ഈ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ 7 ലക്ഷം രൂപ 8 ലക്ഷം രൂപയൊക്കെയാണ് ഇന്ന് വരുന്ന ചെലവ്. അന്ന് 3 ലക്ഷം രൂപ ചെലവ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് 3 ലക്ഷം രൂപ ലോൺ കിട്ടി. പക്ഷെ ഇന്ന് നമ്മളൊരു നഴ്സിംഗിന് ആരെങ്കിലും ചേർപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ 7 ലക്ഷമോ 8 ലക്ഷം രൂപയൊന്നും ലോൺ ബാങ്കിൽ നിന്ന് എന്തായാലും കിട്ടൂല. ബാക്കി പൈസ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതെല്ലാം ഒരു സ്വപ്നമായിട്ട്, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ വാങ്ങാനും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങാനും, നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളുടെ സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത്. ഇനി അതേപോലെ തന്നെ നല്ലൊരു വാഹനം നമുക്ക് വേണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, അല്ലെ? ഇന്ന് കാറ് സർവ്വസാധാരണമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് 2 വീലറിന് പകരം പല ആൾക്കാരും കാറാണ് എടുക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും അത് സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ സംബന്ധിച്ച് ആ വരുമാനം മാർഗമില്ലാത്തതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വരുമാനം ഇല്ലാത്തതാണ് അവർക്ക് ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ സാധിക്കാത്തത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രസന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമ്മൾക്ക് ഈ പറയുന്ന ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി 100% ഇത് ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും നിയമപരമായിട്ട് 100% ഇത് ലീഗലായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷനായിട്ട് ഇത് അംഗീകരിച്ചു കഴിഞ്ഞെന്നുള്ളതാണ്. ഇനി നമ്മൾ ഫീൽഡിൽ ചെല്ലുന്ന സമയത്ത് ഇത് മണി ചെയിൻ അല്ല, അല്ലെങ്കിൽ ചെയിൻ സിസ്റ്റം അല്ലേ, ഇത് ചാക്കിട്ട് ആളെ പിടിക്കണതല്ലേ എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇതൊരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കണേ. ഈ കഴിഞ്ഞ ദിവസം ആ ഒരു ഗ്രൂപ്പിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് എന്താ പറയുക, ഡോക്ടറിന്റെ മുമ്പിൽ DR എന്ന് എഴുതുന്ന പോലെ ഡയറക്ട് സെല്ലറിന് ഈ പറയുന്ന പോലെ DS എന്ന് പറയുന്ന ഒരു ഇത് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പല സർക്കാരും പറയുന്നത്. അത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തോ ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഫഷനായിട്ട് ഇത് അംഗീകരിക്കപ്പെടാൻ പോണേ. അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജന്റ് ആകാമായിരുന്നു. പക്ഷെ ഇന്ന് അത് സാധിക്കൂല. 1999 ശേഷം അത് സാധിക്കൂല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ IRDA വന്നതോടുകൂടി SLC പാസ്സായ ആൾക്കാർക്ക് മാത്രമേ ഇൻഷുറൻസ് ഏജന്റ് ആകാൻ സാധിക്കൂ. IRDAയുടെ ഒരു പരീക്ഷ എഴുതിയാൽ മാത്രമേ ഇൻഷുറൻസ് ഏജന്റ് ആകാൻ സാധിക്കുള്ളൂ. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജന്റ് ആകാമായിരുന്നു. അപ്പൊ ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗും ഇത് തന്നെ സംഭവിക്കും. ഒരു 5-10 വർഷം കഴിയുന്ന സമയത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രൊഫഷനായിട്ട് ഇത് അംഗീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ പ്രൊഫഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ മിനിമം SLC പാസ്സാകാത്ത ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു കാരണവശാലും സാധാരണക്കാരന് ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കൂല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അതിനുള്ള ഒരു സാഹചര്യം നമ്മൾക്കുണ്ട്. നമ്മൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. വെറും 18 വയസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്കില്ലെങ്കിലും നമ്മൾക്ക് ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാന്നുള്ള ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സാധാരണക്കാരനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ബിസിനസ്സിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ അവിടെ അവര് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ പ്രൊഡക്റ്റ് ഏതെങ്കിലും ഒരെണ്ണം അവർ പർച്ചേസ് ചെയ്യും. കാരണം അത് പർച്ചേസ് ചെയ്താൽ മാത്രമല്ല അവർക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ പ്രൊഡക്റ്റ് ഊന്നി പറയേണ്ട ഒരു കാര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമുക്ക് എടുത്തുകൊണ്ട് ഈ ബിസിനസ് നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇന്ന് നമ്മളുടെ ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും യൂണിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാൻ 1987 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരുപാട് വർഷമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വെൽനസ് കമ്പനികളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് വെൽനസ് പ്രോഡക്റ്റുകൾ ഞാൻ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 95% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഈ ബയോടോറിയത്തിന് മാത്രമേ ഉള്ളൂ.
ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ നവാസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെ, ഇന്നിപ്പോ ഇതാണ് ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. ഒരു 51-52 വയസ്സ് പ്രായമുള്ള അദ്ദേഹം കുഴഞ്ഞു വീണു മരിച്ചു എന്നുള്ളത് വാർത്തയാണ്. പക്ഷെ ഇതുവരെ നവാസ് മാത്രമല്ല ഒരു ദിവസം ഇങ്ങനെ മരിക്കുന്നത്, 100 കണക്കിന് ആൾക്കാർ മരിക്കുന്നുണ്ട്. അത് സാധാരണക്കാരനായതുകൊണ്ടും ഒരു സിനിമാ നടൻ അല്ലാത്തത് കൊണ്ടാണ് നമ്മളിതൊന്നും ഈ വാർത്തയായിട്ട് അവരുടെയൊക്കെ പേരുകൾ പുറത്തേക്ക് വരാത്തത്. ഈ നവാസ് മരിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ അളിയന്റെ മകൻ ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു വാട്സാപ്പിൽ. ഇപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് പരിചയമുള്ള ഒരു ചെക്കനാണ്, വെറും 38 വയസ്സുള്ള കണ്ണൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം താമസിക്കുന്നത് കീഴ്മാട് റോസറി ഗാർഡനിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അറ്റാക്ക് വന്നാണ് മരിച്ചത്. വെറും 38 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്രയോ വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേടാൻ സാധിക്കാമായിരുന്നു. പക്ഷെ അല്പായുസിൽ അദ്ദേഹം മരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോ, ചെരുപ്പ് 100% നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോട് ജീവിക്കാം. ഇനിയുള്ള ഓരോ ദിവസവും നമ്മൾ 24 മണിക്കൂറും ചെരുപ്പിടാതെ ഷൂ ഇടാതെ നമുക്ക് നടക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ മാഗ്നറ്റിക് എനർജി 5 പൈസ പോലും ചെലവാക്കാതെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുവഴി നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് 70 വയസ്സ് വരെ 50 വയസ്സ് വരെയൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ചെരുപ്പിടാതെ നടക്കുക അല്ലെങ്കിൽ ഷൂ ഇടാതെ നടക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. മനസ്സിലായി? ഒരു എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് പാന്റും ഷർട്ടും ഇട്ട് ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് ചെരുപ്പില്ലാണ്ട് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഷൂ ഇടാണ്ട് പോകാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പൊ നമ്മൾക്ക് ഏതായാലും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാഗ്നറ്റിക് ഈ പറയുന്ന മാഗ്നറ്റിക് മാട്രസ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു ഉൽപ്പന്നത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾക്ക് എന്തുണ്ടാവില്ല, ഹാർട്ട് അറ്റാക്ക് വരികയോ സ്ട്രോക്ക് വരികയോ അങ്ങനെ മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്ന് നമ്മൾ പെട്ടെന്ന് അല്പായുസിൽ മരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മളും കൂടി നമ്മളുടെ ഹെൽത്തിനെ അല്പം നമ്മൾ ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറാകുകയും നമ്മളുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും നമ്മൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ എന്താണെങ്കിലും വളരെ ആവശ്യമാണ്. ഒരു വ്യക്തിക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഒപ്പം നമ്മളുടെ ഈ പ്ലാനും കൂടി നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാരെ, ഒരു 90% പ്രവർത്തിക്കുന്ന ആൾക്കാരെ നമുക്ക് നമ്മുടെ ടീമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ടീമിലേക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാർ വരുന്ന സമയത്ത് അവരോട് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആദ്യം നമുക്ക് വരുന്നത് ഒരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി ആണ്. ആ എലിജിബിലിറ്റി നമ്മൾ ചെയ്യുമ്പോഴാണ് ബാക്കി പറയുന്ന വരുമാനങ്ങൾ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ റൗണ്ട് ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ റൗണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അവയർനെസ് ബോണസ് ആണെങ്കിലും സൂപ്പർ ഫാമിലി ബോണസ് ആണെങ്കിലും സർപ്രൈസ് ബോണസ് ആണെങ്കിലും ടീം പർച്ചേസ് ബോണസ് ആണെങ്കിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോ ആരും ഇത് പറയാറില്ല, എന്നാലും ഇത് കമ്പനിയുടെ PDF-ലുള്ള ഒരു വിഷയമാണ്. 2030 വരെ ഇന്ന് കാണുന്ന പ്ലാനുകളിൽ ഒരു മാറ്റവും കമ്പനി വരുത്തില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് കമ്പനി വളരെ റെക്കോർഡിക്കലായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ക്വാളിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് വേണ്ടത് 150 PV ആണ്. ജീനിയേഴ്സ് സൈഡിൽ 50 PV-യും വിന്നർ സൈഡിൽ 100 PV, അല്ലെങ്കിൽ ജീനിയേഴ്സ് സൈഡിൽ 100 PV, അല്ലെങ്കിൽ വിന്നർ സൈഡിൽ 50 PV. അപ്പൊ ഒരാളുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അയാളോട് പറയേണ്ടത് 2 പേരെ നിങ്ങൾ സ്പോൺസർ ചെയ്യണം. അത് നിങ്ങളുടെ ലെഫ്റ്റിലായിട്ടും റൈറ്റിലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അവരുടെ ത്രൂവിൽ എന്നാണോ 150 PV നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ സമയത്താണ് നമ്മൾ ഈ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ക്വാളിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 440 രൂപ കമ്പനി നമ്മൾക്ക് കമ്മീഷനായിട്ട് നമ്മൾക്ക് തരും എന്നുള്ളതാണ്. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ മറ്റു ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ അവയർനെസ് ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയുന്നത് ഒരു PV-ക്ക് 8 രൂപ 80 പൈസ നിരക്കിലാണ് നമ്മൾക്ക് ഈ പറയുന്ന അവയർനെസ് ബോണസ് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ന് പല ആൾക്കാർക്കും ഇത് വരച്ച് കാണിക്കാനും അല്ലെങ്കിൽ ഇതുപോലെ ഓർത്തിരുന്ന് എഴുതി കാണിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ PDF-ന്റെ ഓരോ ലീഫ്ലെറ്റുകൾ നിങ്ങൾ എന്താ പറഞ്ഞ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് പ്രിന്റ് ഔട്ട് എടുത്താൽ മതി. ആ പ്രിന്റ് ഔട്ട് എടുത്ത് ഒരു ഫയലിലാക്കി വെച്ചിട്ട് ഇത് ഓരോന്നേ നമ്മളിപ്പോ സൂമിൽ ഇത് സ്ലൈഡ് ഇട്ട് സംസാരിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി എഴുതാനായിട്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെന്നാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡ് പോലെ തന്നെ നിങ്ങളുടെ ഈ ഫയലിൽ ഈ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് കാണിച്ചു കൊടുത്ത് സംസാരിക്കാൻ സാധിക്കും.
അപ്പൊ നമുക്ക് പറയാം 13 PV തമ്മിൽ മാച്ച് ചെയ്താൽ 8 രൂപ 80 പൈസ എന്ന് പറയുമ്പോൾ 114 രൂപയാണ് നമ്മൾക്ക് അവയർനെസ് ബോണസ് കിട്ടുന്നത്. 25 PV മാച്ച് ചെയ്താൽ 220 രൂപയും 50 PV മാച്ച് ചെയ്താൽ 440 രൂപയും 100 PV മാച്ച് ചെയ്താൽ 880 രൂപ വരെ നമ്മൾക്ക് എന്ത് കിട്ടും? അവയർനെസ് ബോണസ് കിട്ടും. അങ്ങനെ ഒരു ദിവസത്തില് 12 മണിക്കൂറിൽ 1000 PV ആണ് നമ്മൾക്ക് സീലിംഗ് എമൗണ്ട് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ 12 മണിക്കിലും 8800 രൂപ വെച്ച് നിങ്ങൾക്ക് എന്ത് വാങ്ങാം? സൂപ്പർ അവയർനെസ് ബോണസ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അത് നമ്മളൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ രീതിയിലുള്ള ഒരു വരുമാനത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കും. ഈ ഒരു വരുമാനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവിടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വൈസ് ഒരു ടീം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. കാരണം മിനിമം 10 പേരെങ്കിലും ഒരു ദിവസം ഒരു സെയിൽ വെച്ച് ലെഫ്റ്റിലും റൈറ്റിലും എടുത്താലാണ് നമ്മൾക്ക് 1000 PVയുടെ സെയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അത് 100 PVയുടെ ആണെങ്കിൽ, 50 PVയുടെ ആണെങ്കിൽ 20 സെയിലെങ്കിലും വരും. അപ്പൊ ഈ 20 സെയില് ലെഫ്റ്റ് റൈറ്റ് വന്നോന്നാണെങ്കിൽ എന്ത് വേണ്ടി വരും? നമ്മുടെ ടീമില് വർക്ക് ചെയ്യുന്ന 100 കണക്കിന് ആൾക്കാർ നമ്മുടെ ടീമിൽ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് 100 കണക്കിന് രോഗികളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വരുമാനത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടീമിൽ എന്ത് വേണം? ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ 12 മണിക്കൂറിലും 8800 രൂപ വെച്ച് നിങ്ങൾക്ക് ഒരു ദിവസം അവയർനെസ് ബോണസ് 17600 രൂപ വരെ നിങ്ങൾക്ക് ഒരു സിംഗിൾ ഐഡിയിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി രണ്ടാമത് സൂപ്പർ ഫാമിലി ബോണസ് ആണ്. ഒരു സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത് ഒരു മാച്ചിങ് PVക്ക് 59 രൂപ 40 പൈസയാണ്. അപ്പൊ 3100 രൂപയിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും 19300 രൂപ മുടക്കി ഒരു പാക്കേജിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്കാണെങ്കിലും ഫാമിലി ബോണസ് എല്ലാവർക്കും ഈക്വൽ ആണ്. ഇങ്ങനെ ഒരേ സമമായിട്ട് കൊടുക്കുന്ന മറ്റൊരു കമ്പനി ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവൂല എന്നുള്ളത് 100%. കാരണം 13 PV എന്ന് പറയുമ്പോൾ 3100 രൂപയിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്കും 59 രൂപ 40 പൈസ കിട്ടും. 100 PVയിൽ ജോയിൻ ചെയ്യുന്ന വ്യക്തിക്കും 59 രൂപ 40 പൈസ സൂപ്പർ ഫാമിലി ബോണസ് ലഭിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാല് 100 PVക്ക് 5940 രൂപ വരെ അദ്ദേഹത്തിന് എന്ത് കിട്ടും? ഈ പറയുന്ന സൂപ്പർ ഫാമിലി ബോണസ് കിട്ടും എന്നുള്ളതാണ്. ഇനി സൂപ്പർ ഫാമിലി ബോണസ് പ്ലസ് അവയർനെസ് ബോണസ് ഒരു 13 PV ആണ് നിങ്ങൾക്ക് മാച്ചിങ് സംഭവിക്കണമെങ്കിൽ ഫാമിലി ബോണസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്നത് 886 രൂപയാണ്. അപ്പൊ 3100 രൂപയുടെ 2 സെയിൽ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാൻ സാധിച്ചാൽ 886 രൂപ നിങ്ങൾക്ക് വരുമാനം കിട്ടും. ഇത് നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്ന വരുമാനമാണ്. ഇനി 25 PVയുടെ ആണെങ്കിൽ ഏതാണ്ട് 1705 രൂപ വരുമാനം നിങ്ങൾക്ക് വാങ്ങാം. അപ്പൊ ഈ ചെറിയ PVയിലുള്ള ജോയിനിങ്ങിനെ നമ്മൾ നിസ്സാരമാക്കി കാണണ്ട. കാരണം ഒരു 5200 രൂപയുടെ ഒരു പാക്കേജ് നമുക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചാൽ 1705 രൂപയാണ് 25 PVക്ക് നമുക്ക് കിട്ടുന്ന ഫാമിലി ബോണസ് ആൻഡ് അവയർനെസ് ബോണസ് നമുക്ക് കിട്ടുന്നത്. ഇനി 50 PVയുടെ സെയിൽ ആണെങ്കിൽ 3410 രൂപയും 75 PVയുടെ സെയിലാണ് നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് വന്നെയാണെങ്കിൽ 5115 രൂപയും 100 PVയുടെ സെയിലാണ് ലെഫ്റ്റ് റൈറ്റ് വന്നെയാണെങ്കിൽ അവയർനെസ് ആൻഡ് ഫാമിലി ബോണസ് നമുക്ക് കിട്ടുന്നത് 6820 രൂപയും. ഇത്രയും എമൗണ്ട് നമ്മുടെ വാലറ്റിലേക്ക് വരും. അതിൽ നിന്ന് ഏതാണ്ട് 2% TDS കട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഇൻകം നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയുന്നത് 8800 രൂപ വെച്ച് ഒരു ദിവസം 17600 രൂപയും സൂപ്പർ ഫാമിലി ബോണസ് 5940 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം 11880 രൂപയും. അങ്ങനെ ഒരു സിംഗിൾ ഐഡിയിലൂടെ നിങ്ങൾക്ക് ഒരു ദിവസം 29480 രൂപ വരുമാനം വാങ്ങാൻ സാധിക്കും. ഈ ഒരു വരുമാനത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വൈസ് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിക്കായിരിക്കുള്ളൂ ഈ രീതിയിലുള്ള ഒരു വരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരു മാസം 8,84,000 രൂപയും ഒരു വർഷം 1 കോടി രൂപക്ക് മുകളിൽ അദ്ദേഹത്തിന് വരുമാനം മേടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഈ സ്ലൈഡ് നമ്മൾ അങ്ങനെ തന്നെ ഒരാളുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അയാൾക്ക് ഒരു സംശയം ഉണ്ടാവും, 1 കോടി രൂപയ്ക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന ഫോട്ടോസ് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾക്കറിയാം മുംബൈ അപ്ലൈൻ ആയിട്ടുള്ള റഷീദ് സർ, അദ്ദേഹം വഴിയാണ് കേരളത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഈ 3.5 വർഷം കൊണ്ട് അദ്ദേഹവും ഈ പറയുന്ന പോലെ ഈ ബിസിനസ്സിലൂടെ 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം വാങ്ങിയ വ്യക്തിയാണ്. ഇനി നമ്മുടെ പ്രിയങ്കരനായ മനോജ് സാർ, അദ്ദേഹം കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് 3 കോടി രൂപക്ക് മുകളിലാണ് അദ്ദേഹം വരുമാനം വാങ്ങിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ സ്ത്രീകളെ സംബന്ധിച്ച് സംശയം ഉണ്ടാവും, സ്ത്രീകൾക്ക് ഇതിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് മുംബൈയിലുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ വരുമാനത്തിന്റെ ഒരു ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വന്നിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 2 വർഷത്തിൽ കൂടുതലായി. അന്ന് ഏതാണ്ട് 1,750,000 രൂപയാണ് അവരുടെ വരുമാനം കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ സമയത്ത് എന്താണെങ്കിലും അവരുടെ വരുമാനം
2 കോടി 3 കോടി രൂപക്ക് മുകളിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇത് മറ്റൊരു സ്ത്രീയാണ്. ഇവര് മഹാരാഷ്ട്രക്കാരത്തെയാണ്, നേഹ എന്നാണ് ഇവരുടെ പേര്. പക്ഷെ ഇവർക്ക് 2 കണ്ണും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവരുടെ ഈ പിക്ക് വരുന്ന സമയത്ത് ഏതാണ്ട് 1.5 കോടി രൂപയാണ് ഇവർ ഏൺ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഏതാണ്ട് 2.5 കോടി രൂപക്ക് മുകളിൽ ഈ 2 കണ്ണും ഇല്ലാത്ത ഇവർക്ക് ഏൺ ചെയ്യാൻ സാധിച്ചെങ്കിൽ അവര് ഡിസ്ട്രിബ്യൂട്ടർ വൈസ് ആയിട്ടുള്ള ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് അവരുടെ ടീം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് റൺ ചെയ്തതും റെഗുലർ ആയിട്ട് ബിസിനസ് വന്നതും ആ ഒരു കോടികളിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചു. അല്ലാണ്ട് ഇവിടെ വേറൊരു മാജിക് ഇവിടെ നടന്നിട്ടില്ല. അവര് ചെയ്തത് ഇതാണ്, അവരെ പോലെ പ്രവർത്തിക്കാൻ പറ്റുന്ന, അവരെ പോലെ ആഗ്രഹമുള്ള കുറച്ച് വ്യക്തികളെ അവർ കണ്ടെത്തി അവരുടെ ത്രൂവിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് അവർ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു ടീമിനെ ഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള വരുമാനം വാങ്ങാൻ സാധിച്ചത്. ഇത് നമ്മുടെ PDF തന്നെ വന്ന മറ്റൊരു വ്യക്തിയുടെ വാലറ്റ് ആണ് ഈ കാണിക്കുന്നത്. ഇതില് നമുക്കറിയാം, ആദ്യം കാണിക്കുന്നത് അവയർനെസ് ബോണസ് ആണ്, രണ്ടാമത് സൂപ്പർ അവയർനെസ് ഫാമിലി ബോണസ് ആണ്, പെർഫോമൻസ് ബോണസ് ഉണ്ട്, സർപ്രൈസ് ബോണസ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ അദ്ദേഹം ഈ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 4.5 കോടി രൂപക്ക് മുകളിലാണ് അദ്ദേഹത്തിന്റെ ഏണിങ്സ് കാണിക്കുന്നത്. അപ്പൊ ഈ 4.5 കോടിയും 5 കോടിയും ഒന്നും ഒരു നെറ്റ്വർക്കിനെ സംബന്ധിച്ച് വലിയൊരു വരുമാനമൊന്നുമല്ല. 4.5 വർഷം കൊണ്ട് 4.5 കോടി രൂപയൊന്നും വലിയ വരുമാനമല്ല. പക്ഷെ നമ്മൾക്കത് വലിയൊരു വരുമാനമായിട്ട് നമുക്ക് തോന്നുന്നതിന്റെ കാര്യം ഡിസ്ട്രിബ്യൂട്ടർ വൈസ് ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ പ്രവർത്തിക്കുന്ന ഒരു 10 പേര് ലെഫ്റ്റിലും റൈറ്റിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങളുടെ സഹായം കൂടാതെ അവര് സ്വയം പ്രവർത്തിക്കുന്ന ഒരു 10 പേര് ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഡെയിലി സീലിംഗ് ആയിരിക്കും. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കൊണ്ടുവരുന്ന വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവരുടെ കൂടെ നിന്ന് അവരെ കേപ്പബിൾ ആക്കുക. അവര് കഴിവുള്ള വ്യക്തികളാകുന്നത് വരെ മാത്രമേ നമുക്ക് പണിയുള്ളൂ. അവരെ കഴിവുള്ള വ്യക്തികളാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി തീർന്നു. പിന്നെ അവരാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളൊരു പാസീവ് ഇൻകത്തിലേക്ക് വരുന്നത്. കിടന്നുറങ്ങുന്ന സമയത്തും വരുമാനം കിട്ടുന്നത് അങ്ങനെയാണ്. അല്ലാതെ നമുക്ക് കിടന്നുറങ്ങുന്ന സമയത്ത് നെറ്റ്വർക്ക് ചെയ്തത് കൊണ്ട് വരുമാനം കിട്ടൂല. കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടണമെന്നാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരുമാനം കിട്ടണമെന്നാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ പ്രവർത്തിക്കുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ വരുമാനം ഈ ബയോട്ടോറിയത്തിലൂടെ നമുക്ക് വാങ്ങാൻ സാധിക്കും. അത് വാങ്ങാൻ സാധിക്കണമെങ്കിൽ, ഇത്രയും ഭീമമായ തുക നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ മാത്രം മതി. അത് വലിയൊരു സംഭവമൊന്നുമല്ല. ഓക്കെ, ഇനി ഇവിടെ അടുത്ത കാണിച്ചിരിക്കുന്നത് സർപ്രൈസ് ബോണസ് ആണ്. ഇന്ന് സർപ്രൈസ് ബോണസ് ആരും അങ്ങനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. ഇവിടെ നമുക്കറിയാം, സർപ്രൈസ് ബോണസ് കിട്ടുന്നത് നമ്മുടെ ടീമിൽ ആരെങ്കിലും ഒക്കെ പിക്കപ്പ് സെന്ററുകൾ എടുക്കുന്ന സമയത്താണ്. 50,000 രൂപയുടെ പിക്കപ്പ് സെന്റർ എടുക്കുമ്പോൾ നമ്മൾക്ക് 400 മാച്ചിങ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. 1 ലക്ഷം രൂപയുടെ പിക്കപ്പ് സെന്റർ നമ്മുടെ ടീമിൽ ആരെങ്കിലും എടുത്താൽ ആ ലൈനിലുള്ള എല്ലാ മെമ്പേഴ്സിനും 800 PV ആയിരിക്കും കിട്ടുന്നത്. അത് 2 ലക്ഷം രൂപയുടെ പിക്കപ്പ് സെന്റർ ആണെങ്കിൽ 1000 PV ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ സൂപ്പർ അവയർനെസ് ബോണസ് പോലെ തന്നെയാണ് 8 രൂപ 80 പൈസ നിരക്കിലാണ് നമ്മൾക്ക് ഇതിന്റെ മാച്ചിങ് കമ്മീഷൻ വരുന്നത്. അപ്പൊ 400 PV മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് 3520 രൂപ കിട്ടും. 800 PV മാച്ച് ചെയ്താൽ 7040 രൂപ കിട്ടും. 1000 PV മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് 8800 കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിളിൽ 8800 രൂപ വരെ നിങ്ങൾക്ക് സർപ്രൈസ് ബോണസ് കിട്ടും. ഒരു ദിവസം 17,600 രൂപ വരെ നിങ്ങൾക്ക് എന്ത് വാങ്ങാം? നിങ്ങൾക്ക് ഈ പറയുന്ന സർപ്രൈസ് ബോണസ് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പൊ മദർ ഇൻകത്തിൽ വരുന്ന 3 ഇൻകം ആണ്. ഒന്ന് നമ്മുടെ അവയർനെസ് ബോണസ് ഉണ്ട്, ഒന്ന് സൂപ്പർ ഫാമിലി ബോണസ് ഉണ്ട്, അതേപോലെ തന്നെ സർപ്രൈസ് ബോണസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു പിക്കപ്പ് സെന്റർ ഉണ്ടെന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊഡക്റ്റ് കൊടുക്കാനും പെട്ടെന്ന് സെയിൽ എടുക്കാനും നമുക്ക് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ പിക്കപ്പ് സെന്റർ എടുക്കാൻ പറ്റുന്ന വ്യക്തികൾ പിക്കപ്പ് സെന്റർ എടുക്കുക. കാരണം പിക്കപ്പ് സെന്ററിന് കമ്മീഷൻ ഉണ്ട്. അത് നല്ല രീതിയിൽ നമ്മുടെ ടീമിനെ എന്താ പറയുക, പ്രൊഡക്റ്റ് കിട്ടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരു പിക്കപ്പ് സെന്റർ ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ ടീമിലേക്ക് കൃത്യമായിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ അത് സഹായകരമാവും എന്നുള്ളതാണ്. അത് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു നഷ്ടക്കച്ചവടം ഒരിക്കില്ല. 100% അത് ലാഭം തന്നെയാണ്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യമാണ് ടീം പർച്ചേസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫാദർ ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു മാസം മിനിമം 0.25 PVയുടെ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്യേണ്ടത് എന്നാണോ നമ്മുടെ സൈറ്റ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ആ അന്നത്തെ ദിവസമാണ് ആദ്യത്തെ പർച്ചേസ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ജൂലൈ 1-ാം തീയതി മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ അൾട്രാബെറി നമുക്ക് 1600 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അൾട്രാബെറി കിട്ടും.
എന്റെ ടീമിൽ ഒരുപാട് പേര് അൾട്രാ ബെറി എടുത്തു. അതേപോലെ തന്നെ മോർ പവർ, അതേപോലെ തന്നെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് 2200 രൂപ കൊടുത്ത ഒരു ബോട്ടിലിന് 2200 രൂപ കൊടുത്താൽ മതി. അതേപോലെ തന്നെ പല മെമ്പേഴ്സ് നമ്മുടെ ടീമിൽ ഗീ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 2400 രൂപയാണ് ആ ഒരു ഗീ എന്ന് പറയുന്നത്. ഇനി അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വാട്ടർ എനർജി പാഡ് വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങാം. റിസ്റ്റ് ബാൻഡ് വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങാം. അതേപോലെ തന്നെ മോതിരം, ലേഡീസിന്റെ റിംഗ് ആണെങ്കിലും ജെന്റ്സിന്റെ റിംഗ് ആണെങ്കിലും നമുക്ക് വാങ്ങാം. ഒരെണ്ണം വാങ്ങുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു മോതിരമൊക്കെ ഇട്ട് ഒരാളെ ക്യാൻവാസ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവര് സ്വർണ്ണമൊക്കെ കാണുമ്പോൾ അവർക്കറിയില്ല ഇത് സ്വർണ്ണമാണ് ഇമിറ്റേഷൻ ആണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയുന്നത് നമ്മളുടെ സെയിൽസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വളരെ നല്ലതാണത്. അപ്പൊ ആ രീതിയിൽ ഒരു 1200 1300 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിങ് കിട്ടും. ഒരു പവന്റെ ഒരു പുകഴ്ചയുണ്ട്. അത് 4 വർഷം വരെ അതിന്റെ കളറൊന്നും നഷ്ടപ്പെടൂല. അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 4 വർഷം വരെ നമുക്കത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ താഴെ ഒരു ടീം ഉണ്ടെന്നാണെങ്കിൽ ആ ടീമിലുള്ള വ്യക്തികളും ആ റീപർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം 0.25 MPV മാച്ചിങ് നടന്നാൽ 157 രൂപ 50 പൈസയാണ് നമ്മൾക്ക് അതിന്റെ കമ്മീഷനായിട്ട് കമ്പനി തരുന്നത്. ഈ സെൽഫ് റീപർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ 1-ാം തീയതി മുതലാണ്. നമ്മുടെ ആക്ടിവേഷൻ ഡേറ്റിന്റെ അന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ റീപർച്ചേസ് ചെയ്യേണ്ടത്. ഓരോ മാസവും റീപർച്ചേസ് ചെയ്യേണ്ട ഡേറ്റ് കൃത്യമായിട്ട് കമ്പനി ഡാഷ്ബോർഡിൽ കാണിക്കും. ആ ഡേറ്റിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ആ ഡേറ്റിന് മുമ്പ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ LRP പോയിന്റ്, അതുവരെയുള്ള LRP പോയിന്റും അതേപോലെ തന്നെ ഈ പറയുന്ന റീപർച്ചേസിന്റെ പോയിന്റ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പൊ അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മളുടെ എന്നാണോ ആക്ടിവേഷൻ ഡേറ്റ് ആ ഡേറ്റിൽ നമ്മൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ കാണിക്കുന്ന ഡേറ്റ് ഏതാണോ ആ ഡേറ്റിൽ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ തയ്യാറല്ലെന്നാണെങ്കിൽ നമ്മൾ മന്ത്ലി പർച്ചേസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് നമ്മുടെ അവയർനെസ് ബോണസ്, ഫാമിലി ബോണസ്, ഇതുപോലുള്ള ബോണസുകൾ ടെമ്പററിലി ഹോൾഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. എന്നാണോ നിങ്ങൾ റീപർച്ചേസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതിന്റെ അടുത്ത ദിവസത്തെ പേ ഔട്ടിൽ നമ്മൾക്ക് നമ്മുടെ ഈ പറയുന്ന ഫാമിലി ബോണസും അവയർനെസ് ബോണസും നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. ഇനി ഇവിടെ 1 ലക്ഷം രൂപ താഴെ വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തികൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ 48 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ 10,700 രൂപ വിലയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 6,500 രൂപക്ക് കമ്പനി തരാൻ തയ്യാറാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 4,200 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അത് കൂടാതെ 0.50 MPV നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോ ആ ഒരു പ്രൊമോ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ 1 ലക്ഷം രൂപ താഴെയുള്ള വ്യക്തിക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ്, രണ്ടാമതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ആ പറയുന്ന പ്രൊഡക്റ്റുകൾ ഏതാണോ ആ പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് രണ്ടാമത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന റീപർച്ചേസ് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് സംഭവിക്കുമ്പോൾ ഒരു 12 മണിക്കൂറിൽ നമ്മൾക്ക് വരുന്ന മാച്ചിങ് മാക്സിമം സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 63,000 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ 12 മണിക്കൂറിലും 63,000 രൂപ വരെ നിങ്ങൾക്ക് വരുമാനം മേടിക്കാം. ഒരു ദിവസം 1,26,000 രൂപ വരെ നിങ്ങൾക്ക് വരുമാനം വാങ്ങാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മിനിമം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 0.25 PV എന്ന് പറഞ്ഞാൽ മിനിമം 1,100 രൂപയുടെ പർച്ചേസ് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ടീമിൽ ലെഫ്റ്റിലും റൈറ്റിലും വരുന്ന എത്ര PV ആണോ മാച്ച് ചെയ്യുന്നത്, അങ്ങനെ മാച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. അത് പരമാവധി ഒരു സൈക്കിളിൽ 100 PVയുടെ മാച്ചിങ് ആണ് നമുക്ക് കമ്പനി തരാന്ന് പറയുന്നത്. ഏതാണ്ട് 63,000 രൂപയാണ് ഒരു സൈക്കിളിൽ നമുക്ക് വരുന്നത്. ഇനി ഒരു കാൽക്കുലേഷൻ ആണിത്. നമ്മൾക്കറിയാം നമ്മൾക്ക് ഒരു ദിവസം 2 ക്ലോസിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തിൽ 730 ക്ലോസിംഗ് ആണ്. ഈ 730 ക്ലോസിംഗിൽ വലിയൊരു ടീമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 100 പ്രാവശ്യം അദ്ദേഹത്തിന് റീപർച്ചേസ് ബോണസ് 100 സൈക്കിളിൽ 100 PVയുടെ സൈക്കിളിൽ വാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ ഏതാണ്ട് 63 ലക്ഷം രൂപ അദ്ദേഹത്തിന് വരുമാനം വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അതിനേലും ചെറിയൊരു ടീമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 100 PVയുടെ മാച്ചിങ് 730 സൈക്കിളിൽ 50 പ്രാവശ്യം വാങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ 31,50,000 രൂപ വരുമാനം മേടിക്കാൻ സാധിക്കും. ഒരു വർഷം 10 സൈക്കിളിൽ 100 PVയുടെ മാച്ചിങ് അദ്ദേഹത്തിന് വാങ്ങാൻ സാധിച്ചാൽ 6,30,000 രൂപയും 5 സൈക്കിളിൽ വാങ്ങാൻ സാധിച്ചാൽ അദ്ദേഹത്തിന്
3,15,000 രൂപ അദ്ദേഹത്തിന് വരുമാനം വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് വരുന്നത് തായ്ലാന്റ് ട്രിപ്പാണ്. അത് 4 രാത്രിയും 5 ദിവസമാണ്. അതൊരു 4 സ്റ്റാർ ഹോട്ടലിലാണ് നമ്മൾക്ക് ഈ പറയുന്ന ട്രിപ്പ് കമ്പനി അനുവദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ LRP പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് കമ്പനി നമ്മൾക്ക് ഈ പറയുന്ന ട്രിപ്പ് നമുക്ക് തരുന്നത്. ഈ LRP പോയിന്റ് എന്ന് പറയുന്നത് കമ്പനി നമ്മൾക്ക് സൗജന്യമായിട്ട് തരുന്നതാണ്. നമ്മൾ വാങ്ങുന്ന വരുമാനത്തിന്റെ 5% LRP പോയിന്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ 10,000 രൂപ വരുമാനം മേടിച്ചാൽ നമുക്ക് 500 പോയിന്റ് കിട്ടും. ഈ 500 പോയിന്റ് അവിടെ നിലനിർത്താൻ വേണ്ടിയാണ് എല്ലാ മാസവും മിനിമം 1,100 രൂപയുടെ പർച്ചേസ് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് അക്കുമുലേറ്റ് ചെയ്ത് ഏതാണ്ട് 6 ലക്ഷം രൂപ താഴെ വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ 15,000 LRP പോയിന്റ് കിട്ടുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് തായ്ലാന്റിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി 6 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 30,000 LRP പോയിന്റ് അക്കുമുലേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ പറയുന്ന ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. 10 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ 60,000 LRP പോയിന്റും 20 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തികൾക്ക് 90,000 LRP പോയിന്റും 50 ലക്ഷം രൂപക്ക് മുകളിൽ വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തികൾക്ക് 1,60,000 LRP പോയിന്റും 1 കോടി രൂപക്ക് മുകളിൽ വരുമാനം മേടിച്ചിട്ടുള്ള വ്യക്തികൾക്ക് എല്ലാവർക്കും തന്നെ 2 ലക്ഷം LRP പോയിന്റ് കിട്ടിയാലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് ഈ പറയുന്ന ടൂറിന് പോകാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഈ പറയുന്ന ട്രിപ്പിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഒരുപക്ഷെ ലോകത്ത് ആരും തന്നെ ഇത്തരത്തിലുള്ള ഒരു ട്രിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടാവില്ല. ടൈം ലിമിറ്റ് ഇല്ലാത്ത ഒരു ട്രിപ്പാണ്. എന്നാണോ ഒന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തി 3 ലക്ഷം രൂപ വരുമാനം വാങ്ങിയാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് ഈ ട്രിപ്പ് വിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ 15,000 പോയിന്റിൽ കൂടുതൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമ്പോൾ ആ 15,000 പോയിന്റ് നമ്മൾക്ക് തായ്ലാന്റ് ട്രിപ്പിന് ഉപയോഗിക്കാൻ സാധിക്കും. ബാക്കി വരുന്ന പോയിന്റ് വീണ്ടും കമ്പനി ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അടുത്ത ട്രിപ്പിലേക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഒരു 1,100 രൂപയുടെ പർച്ചേസ് ആണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു 12 മാസം കൊണ്ട് 13,200 രൂപയുടെ പർച്ചേസേ നമ്മൾ ചെയ്യുള്ളൂ മാക്സിമം. അതല്ല ഒരു 1,500 രൂപയുടെ പർച്ചേസ് ആണ് ആവറേജ് നമ്മൾ ചെയ്യണമെങ്കിൽ ഒരു വർഷം 18,000 രൂപയുടെ പർച്ചേസേ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ കമ്പനി നമുക്ക് തരുന്നത് 70,000 രൂപ വർത്തുള്ള ഒരു ട്രിപ്പാണ് കമ്പനി നമ്മൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന നമ്മൾക്ക് ഇപ്പൊ നിത്യോപയോഗ സാധനങ്ങൾ വരാൻ പോകുന്നു. പരിപ്പ് വയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മനോജ് സാർ അതിന്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. ഈ വർഷം കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു 2,000-ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ അടുത്ത വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 12,000-ഓളം പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റുകൾ വന്നു കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു പർച്ചേസിങ് എബിലിറ്റി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തിക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു വ്യക്തിക്ക് ഒരു മാസം എത്ര പ്രാവശ്യം വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഒരു വ്യക്തി ഒരു മാസത്തിൽ 4 പ്രാവശ്യം പർച്ചേസ് ചെയ്താൽ എത്ര PV ആയി? 0.25 PV എന്ന് പറയുമ്പോൾ 1 PV ആയിട്ട് അത് മാറി. അങ്ങനെ 10 പേര് നമ്മുടെ ടീമിൽ ഉണ്ടെന്നാണെങ്കിൽ അല്ലെ 10 PV ആയി എന്നുള്ളതാണ്. 10 PV ലെഫ്റ്റ് റൈറ്റ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 6,300 രൂപയാണ് നമുക്ക് 10 PVക്ക് കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിൽ നമ്മൾക്ക് ഒരു കസ്റ്റമർ വൈസ് ഒരു എന്താ പറയുന്നത് ഒരു റീറ്റെയിൽ ചെയ്യാനുള്ള ഒരു ശ്രമവും കൂടി നമ്മൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെ ഈ പറയുന്ന മൾട്ടി വൈറ്റമിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്നത്. ആ ജ്യൂസ് തീർച്ചയായിട്ടും ഇന്ന് 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഇത് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കേണ്ടത് ഒന്നാണ്. ഇനി കുട്ടികൾ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോഷകക്കുറവ് ഉള്ളത് കൊണ്ട് ആ പോഷകത്തെ നമുക്ക് നികത്താൻ സാധിക്കുന്നത് ഇത്രയും ഡ്രിങ്കിലൂടെയാണ്. നമ്മുടെ ഡ്രിങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഫ്രൂട്ട് ജ്യൂസ് മാത്രമല്ല, മറിച്ച് ഇതിൽ ലീഫി വെജിറ്റബിൾസും അതുപോലെ തന്നെ മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള പല ഇൻഗ്രീഡിയൻസും അങ്ങനെ ഏതാണ്ട് 23ഓളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ കോൺസെൻട്രേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഒരു 15 അല്ലെങ്കിൽ ഒരു 20-30 മില്ലി ഒരു ദിവസം നമ്മളിത് കഴിച്ചാൽ മതി. നമ്മളുടെ ആ പറയുന്ന മിസ്സിംഗ് ന്യൂട്രീഷൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് നമുക്ക് നമ്മുടെ ബോഡിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ന്യൂട്രീഷൻസ് എന്താണെങ്കിലും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്കത് വളരെ അത്യാവശ്യമാണ്. ആ രീതിയിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാസം ഓരോ വ്യക്തിക്കും വേണമെങ്കിൽ ഒരു 10 കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. 10 പ്രാവശ്യം നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും.
അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ റീപർച്ചേസിന്റെ എണ്ണം കൂട്ടാനും അതിന്റെ വരുമാനം കൂട്ടാനും വളരെ ഈസി ആയിട്ട് നമുക്ക് 1 CR പെട്ടെന്ന് എത്താനായിട്ട് നമുക്കത് സഹായകരമാവും എന്നുള്ളതാണ്. ഇവിടെ എല്ലാ ഇൻസെന്റീവുമായി ബന്ധപ്പെട്ടുള്ള ടൈമിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അവയർനെസ് ബോണസ്, ഫാമിലി ബോണസിന്റെ ഒക്കെ ടൈമിംഗ് എന്ന് പറയുന്നത് 5 മണി തൊട്ട് 5 മണി വരെ ആണെങ്കിലും ഇതിന്റെ ആക്ടിവേഷൻ ടൈമിംഗ് എന്ന് പറയുന്നത് 4:58 കഴിയും എന്നുള്ളതാണ്. അപ്പൊ 4:58 മുമ്പായിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. അപ്പൊ രാവിലെ 5 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയും വൈകിട്ട് 5 മണി തൊട്ട് രാവിലെ 5 മണി വരെയാണ് സൂപ്പർ ഫാമിലി ബോണസും അവയർനെസ് ബോണസിന്റെ ടൈമിംഗ് വരുന്നത്. ഇത് തന്നെ സർപ്രൈസ് ബോണസ് ആണെങ്കിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 10 മണി വരെ, വൈകിട്ട് 10 മണി തൊട്ട് രാവിലെ 10 മണി വരെ. ഇങ്ങനെയാണ് സൂപ്പർ സർപ്രൈസ് ബോണസിന്റെ ഈ ടൈം ഷെഡ്യൂൾ വരുന്നത്. അത് തന്നെ റീപർച്ചേസിന്റെ ആണെങ്കിൽ നമ്മൾക്കത് 12 മണി ടു 12 മണിയാണ്. അപ്പൊ നമ്മൾക്ക് എന്താ പറയുന്നത്, കൃത്യമായിട്ട് ആ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്താൽ മതി. രാത്രി 12 മണി വരെ നമുക്ക് സമയമുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്കത് നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മുടെ പേ ഔട്ട് നമുക്കറിയാം, 3 ദിവസം കൂടുമ്പോൾ നമ്മുടെ 3 ദിവസത്തെ വരുമാനം 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്കാണ് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. അത് 2% TDS ഡിഡക്ട് ചെയ്തിട്ടാണ് നമ്മൾക്ക് ആ എമൗണ്ട് നമ്മളിലേക്ക് വരുന്നത്. ഇവിടെ നമ്മളുടെ ഈ പറയുന്ന റീപർച്ചേസിന്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 0.25 PV മാച്ച് ചെയ്താൽ 187 രൂപ 50 പൈസയാണ്. അത് 1 PV ആയിട്ടാണ് മാച്ചിങ് നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും 4 പേര് 0.25 PV ചെയ്തിട്ടുണ്ടെങ്കിൽ 1 PV ആകും. അങ്ങനെയാണെങ്കിൽ 630 രൂപയായിരിക്കും നമുക്ക് വരുമാനം കിട്ടുന്നത്. ഇനി അതല്ല 10 PV ആണ് ലെഫ്റ്റ് റൈറ്റ് മാച്ചിങ് നടക്കണമെങ്കിൽ 6300 രൂപയായിരിക്കും നമുക്ക് കിട്ടുന്ന വരുമാനം. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറയുന്ന റീറ്റെയിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. മിനിമം ഒരാൾക്ക് ഒരു 10 കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആ 10 കസ്റ്റമർ ഒരാൾക്ക് ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഒരു 10 PVയുടെ ഒക്കെ ഇൻകം ആഴ്ചയിൽ വരുമാനം വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ 10 PV മാച്ച് ചെയ്താൽ 6300 രൂപയും 20 PV മാച്ച് ചെയ്താൽ 12600 രൂപയും 50 PV ആണ് മാച്ചിങ് സംഭവിക്കണമെങ്കിൽ 31500 രൂപയും 100 PV മാച്ച് ചെയ്താൽ 63000 രൂപ. അങ്ങനെ ഒരു സൈക്കിളിൽ നമുക്ക് 63000 രൂപ വരുമാനം കിട്ടും. പെർ ഡേ നമുക്ക് 1,26,000 രൂപ വരുമാനം കിട്ടും. പെർ മന്ത് ഏതാണ്ട് 37,80,000 രൂപയും പെർ ഇയർ ഏതാണ്ട് 4.5 കോടി രൂപയാണ് ഈ റീപർച്ചേസിലൂടെ നമുക്ക് വരുന്ന ഇൻകം കിട്ടുന്നത്. അപ്പൊ ഒരു എന്താ പറയുക, ഒരു റെഗുലർ കസ്റ്റമർ ബേസ് ആയിട്ടുള്ള കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ വരുമാനം നിലക്കാതെ എല്ലാ മാസവും നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഈ പറയുന്ന ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പലപ്പോഴും ഈ ബിസിനസ്സിൽ ഇന്ന് സത്യം പറഞ്ഞാല് ഇത്ര ഒരു വിഷയത്തെ കുറിച്ച് അല്ല ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. എങ്ങനെ ഒരു നല്ലൊരു നെറ്റ്വർക്കർ ആകാം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നലെ പെട്ടെന്നാണ് അഭിലാഷ് സാർ വിളിച്ചിട്ട് എന്നോട് ഇന്ന് സൂം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പോയിന്റ്സ് ഒന്നും നോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ അടുത്ത സൂമിൽ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ നല്ലൊരു നെറ്റ്വർക്കർ ആകാം. ഇന്ന് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് 1 CR എത്താൻ പറ്റുമോ, എല്ലാവർക്കും 1 CR അച്ചീവ് ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ പറ്റുമോ, എല്ലാവരും എന്തുകൊണ്ട് വിജയിക്കുന്നില്ല, എന്തേ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇതിൽ വിജയിക്കുന്നു. അപ്പൊ എങ്ങനെ നല്ലൊരു നെറ്റ്വർക്കർ ആകാം, എങ്ങനെ ഒരു വിജയിക്കുന്ന ഒരു നെറ്റ്വർക്കറായിട്ട് നമുക്ക് മാറാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അടുത്ത സൂമിൽ അതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പോ നമ്മളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നാണ് നമ്മളോട് എപ്പോഴും ആൾക്കാർ പറയാറുള്ളത്. പക്ഷെ നമ്മൾക്കറിയാം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സക്സസ് ഗ്യാരണ്ടീഡ് അല്ല. പക്ഷെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ ഗ്യാരണ്ടി ഫെയിലിയർ എന്നാ പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ 99% നമ്മൾ സദാസമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ, നമ്മൾ വെറുതെ വഴി കൂടി പോകുമ്പോൾ വിചാരിക്കും ഇപ്പൊ എന്റെ വണ്ടി ഒന്ന് ഇടിക്കോ, വണ്ടി എന്റെ മേത്ത് കയറോ, ഇങ്ങനെയൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് വെറുതെ എപ്പോ നോക്കിയാലും ഇങ്ങനെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ നെഗറ്റീവ് തോട്ട്സ് വളരെ പെട്ടെന്ന് പെനട്രേറ്റ് ചെയ്യും നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. അതുകൊണ്ട് തന്നെ 95% ആൾക്കാരും ഈ ഫെയിലിയർ ആകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്ത ആ രീതിയിൽ പെനട്രേറ്റ് ചെയ്യില്ല. അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ചിന്തിക്കുമ്പോഴാണ് അത് ആ രീതിയിലുള്ള ഒരു പെനട്രേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തീരുമാനിക്കുമോ ഇത് എന്നെ കൊണ്ട് പറ്റില്ല,
വളരെ ഈസി ആയിട്ടാണ് പല ആൾക്കാരും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷെ ഇതെനിക്ക് പറ്റും എന്ന ആ തോന്നല് ഒരിക്കലും ആ ഒരു പെനിട്രേഷൻ ഉണ്ടാക്കൂല. അപ്പോ നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും ഭയങ്കരമായിട്ട് പെനട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് പെട്ടെന്ന് നെഗറ്റീവ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും. പോസിറ്റീവ് തോട്ട്സ് ആ ഒരു കോൺഫിഡൻസോടുകൂടി അല്ല നമ്മൾ ചിന്തിക്കുന്നത്. എനിക്കത് സാധിക്കൂല ഇങ്ങനെ ഒരു സംശയത്തിന്റെ മനോഭാവത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നത്. നെറ്റ്വർക്കിൽ നമുക്ക് വേണ്ടത് വെറും പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് മാത്രമല്ല, പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഹാർഡ് വർക്ക് ഗ്യാരണ്ടി സക്സസ് എന്നുള്ളതാണ്. അപ്പോ എങ്ങനെ നമ്മൾക്ക് നല്ലൊരു നെറ്റ്വർക്കർ ആകാൻ സാധിക്കും, അത് അടുത്ത സൂമിൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മള് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്ക് ഇനി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. എന്നെ ഒരു ഉറുമ്പ് കടിക്കോ എന്ന് പോലും നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കാം. ആ നെഗറ്റീവ് തോട്ട്സിനെ ബോധപൂർവ്വം നമ്മൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മൈൻഡിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. അത്രയും ചിന്തകൾ വരുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് തോട്ട്സിനെ, ഞാൻ എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ എത്തിയല്ല, കോമാളി എത്തിയല്ല, എന്നെ ചിരിപ്പിക്കാനായിട്ട് എത്തിയല്ല എന്നുള്ള രീതിയിൽ ആ തോട്ട്സിനെ ഞാൻ വെറുതെ ആ രീതിയിൽ കളിയാക്കി കളയും. അങ്ങനെ ബോധപൂർവം കളിയാക്കി എന്താ സംഭവിക്കുന്നത്, പിന്നെ നമ്മളിലേക്ക് ഒരിക്കലും ആ നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്ക് വരാതെ ആകും എന്നുള്ളതാണ്. അത് വളരെ ബോധപൂർവം ആ തോട്ട്സിനെ നമ്മൾ അകറ്റി കളയണം നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തിയെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവും. ഇത് നമ്മുടെ തലച്ചോറിനോ നമ്മുടെ സബ് കോൺഷ്യസിനെയോ കോൺഷ്യസ് മൈൻഡിനെ മാത്രമല്ല ബാധിക്കുന്ന, നമ്മളുടെ ഓരോ കോശത്തിലും ഈ കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോശങ്ങളെയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. ആ കോശങ്ങളെ അത് ബാധിക്കുന്നത് കൊണ്ടാണ് അയാൾ രോഗിയായിട്ട് മാറുന്നത്. അപ്പോൾ നെഗറ്റീവ് തോട്ട്സ് വളരെ ബോധപൂർവം വേണം നമ്മൾ ഒഴിവാക്കാനായിട്ട്. അത് ഇന്നു മുതൽ അതിനൊരു പരിശ്രമം നമ്മൾ ചെയ്യണം. അല്ലാതെ തന്നെത്താനെ അത് മാറൂല. നമ്മൾ ഇത്രയും വർഷം നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും ഈ സമൂഹം പോലും നമ്മളോട് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ തോട്ട്സ് പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് നമുക്ക് എടുത്തു കളയാന്ന് പറയുന്നത് അത് വലിയൊരു പ്രാക്ടീസിലൂടെ മാത്രമേ അത് സാധ്യമാകുള്ളൂ. തീർച്ചയായിട്ടും ആ പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ തയ്യാറാകുക. അങ്ങനെ നമ്മൾ ആ പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ബയോട്ടോറിയത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രസ്ഥാനത്തിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഇൻകം പ്ലാനിനെ കുറിച്ചും റീപർച്ചേസിനെ കുറിച്ചും വളരെ മനോഹരമായി എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ നല്ല രീതിയിൽ ക്ലാസ് അവതരിപ്പിച്ച ജോയ് പീറ്റർ സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും പുതിയ ആളുകളെ കാണാനും കൂടുതൽ പേരിലേക്ക് ഇത് എത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.